പട്ടികജാതി പട്ടികവർഗ സംവരണം മാറ്റിമറിക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ആഗസ്റ്റ് 21 കേരളത്തിൽ നടത്തുന്ന ഹർത്താലിന് പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ സമ്മേളനവും സംഘടിപ്പിച്ചു. ജാതി അടിസ്ഥാനത്തിൽ ആദിവാസികളെയും പട്ടികജാതിക്കാരെയും ക്രീമി ലെയർ വിഭാഗത്തിൽപ്പെടുത്തി 2024 ആഗസ്റ്റ് 1 സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിക്കെതിരെയാണ് ആദിവാസി സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന് പൂർണ്ണ പിന്തുണയാണ് പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സമ്മേളനം പട്ടികജാതി പട്ടികവർഗ സമിതി കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയദീപ് പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ആശങ്കാകുലമായ ഒരവസ്ഥ, ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ ഭീതിതമായ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുതരുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമായി ഈ വിധി നിലനിൽക്കുകയാണ്. ഒപ്പം ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഒന്നായി കാണണമെന്ന് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ 14-ാം വകുപ്പിന്റെ ലംഘനമാണ് എന്നിവർ പറഞ്ഞാൽ അതിനെ നിഷേധിക്കുവാൻ നമുക്ക് കഴിയും സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ആർട്ടിക്കിൾ 14-ന്റെയും എല്ലാ പൗരന്മാരെയും തുല്യരായി കാണുന്ന, നിയമത്തിന്റെ മുമ്പിൽ സമന്മാരായി കാണുന്ന ആ ഒരു വ്യവസ്ഥയ്ക്കും ലംഘനമായി നിൽക്കുന്നു എന്നിവർ പറഞ്ഞാൽ നിഷേധിക്കുവാൻ നമുക്ക് കഴിയില്ല. ആ അഭിപ്രായം തെറ്റാണെന്ന് പറയുവാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ 14 14-ാം വകുപ്പും 21-ാം വകുപ്പും 19-ാം വകുപ്പിന്റെ ലംഘനമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള അവസരം, ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള അവസരമൊക്കെ നിഷേധിക്കുന്ന ഒരു വിധിയായിട്ട് ഇതിനെ കാണാം. സംസ്ഥാന പ്രസിഡന്റ് രാജൻ അരക്കുളം അധ്യക്ഷത വഹിച്ചു. കോഴിത്തോട് പഞ്ചായത്ത് മെമ്പർ സുകുമാരൻ, സുഭാഷ് പൂഞ്ഞാർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് വിശ്വനാഥൻ കൊമ്പുകുത്തി, അശോക് കുമാർ പതാലിൽ, സിന്ധു പുലിക്കുന്ന്, രതീഷ് കപ്ലിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.